സുഗന്ധം പരത്തുന്ന ഒരു വിചിത്രമായ ഗ്രാമത്തിൽ മായ എന്ന ഒരു അന്വേഷി താമസിച്ചിരുന്നു. പ്രണയത്തിൻ്റെ അതിലോലമായ നൃത്തത്തിൽ പൊതിഞ്ഞ മായ അറ്റാച്ച്മെൻ്റ് എന്ന സങ്കല്പവുമായി സ്വയം ഇഴയുന്നതായി കണ്ടെത്തി. വ്യക്തത തേടി അവൾ ബഹുമാനപ്പെട്ട സെൻ മാസ്റ്ററായ ഗുരു ആനന്ദയെ സമീപിച്ചു. അദ്ദേഹം അവളെ ശാന്തമായ ഗ്രോവിലേക്ക് സ്വാഗതം ചെയ്തു. പ്രാചീന വൃക്ഷങ്ങളുടെ മേലാപ്പിന് കീഴിൽ ഗുരു ആനന്ദ കാലാതീതമായ ജ്ഞാനം പ്രതിഫലിപ്പിക്കുന്ന കണ്ണുകളോടെ മായയോട് അടുപ്പമില്ലാതെ സ്നേഹിക്കുന്ന കലയെ അനിയന്ത്രിതമായ വാത്സല്യത്തിൻ്റെ രഹസ്യം പഠിപ്പിക്കാനുള്ള ആകാംക്ഷയോടെ തുറന്നുകാട്ടാൻ തുടങ്ങി. പ്രേമാവതി എന്ന വിചിത്രമായ ഗ്രാമത്തിൽ വായുവിൽ സുഗന്ധം പരത്തിയിരുന്നു. ഇപ്പോഴത്തെ നിമിഷങ്ങളെ വിലമതിക്കുക. ഗുരു ആനന്ദ ശാന്തമായ പുഞ്ചിരിയോടെ പഠിപ്പിക്കലുകൾ ആരംഭിച്ചു. മായയെ അറ്റാച്ച്മെൻ്റില്ലാതെ സ്നേഹിക്കാൻ വർത്തമാന നിമിഷങ്ങളെ വിലമതിച്ചുകൊണ്ട് ആരംഭിക്കുക. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമായി ബന്ധിപ്പിക്കാതെ സ്നേഹത്തെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക. ഇപ്പോഴുള്ള സൗന്ദര്യത്തെ സ്വീകരിക്കുക. കാരണം ഈ ക്ഷണിക നിമിഷങ്ങളിലാണ് പ്രണയം അതിൻ്റെ യഥാർത്ഥ സത്ത വെളിപ്പെടുത്തുന്നത്. ജ്ഞാനം ഉൾക്കൊള്ളുന്ന മായയ്ക്ക് ഭാവി പ്രതീക്ഷകളുടെ ജാലകങ്ങൾ മൃദുവായി പ്രകാശനം ചെയ്തു. പൊസസീവ്നെസ് ഉപേക്ഷിക്കുക. അവർ ശാന്തമായ ഗ്രോവിലൂടെ അലഞ്ഞുതിരിയുമ്പോൾ ഗുരു ആനന്ദ രണ്ടാമത്തെ കാര്യം പങ്കിട്ടു. കൈവശാവകാശം ഉപേക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. മായ യഥാർത്ഥ പ്രണയം കൈവശം വയ്ക്കാനോ പങ്കുവയ്ക്കാനോ ഉള്ളതല്ല. അത് സ്വാതന്ത്ര്യം താളമാകുന്ന ആത്മാക്കളുടെ നൃത്തമാണ്. കൈവശാവകാശത്തിൻ്റെ പിടിവിടുക. രണ്ട് ഹൃദയങ്ങൾക്കും ശ്വസിക്കാൻ കഴിയുന്ന തുറസായ ഇടങ്ങളിൽ സ്നേഹം തഴച്ചു വളരുന്നത് നിങ്ങൾ കണ്ടെത്തും. ഈ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന മായയ്ക്ക് കൈവശാവകാശം ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഘവത്വം അനുഭവപ്പെട്ടു. ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യം വളർത്തുക. പൂക്കുന്ന ജഗരണ്ട മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഗുരു ആനന്ദ ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു. മായ ഇരട്ട നദികൾ പോലെ രണ്ട് വ്യക്തികൾ തങ്ങളുടെ തനതായ പ്രവാഹങ്ങൾ നഷ്ടപ്പെടാതെ ഒഴുകുമ്പോൾ സ്നേഹം പൂവണിയുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഉള്ളിൽ സ്വാതന്ത്ര്യം വളർത്തുക. ഈ സ്വയം ഭരണകാലത്ത് ആശ്രിതത്വത്തിന് ചങ്ങലകളില്ലാതെ സ്നേഹം വളരുന്നു. ജഗരണ്ടയുടെ പർപ്പിൾ മേലാപ്പിന് കീഴിലുള്ള മായ പരസ്പരാശ്രിതത്വത്തിൻ്റെ ആശയം സ്വീകരിച്ചു. ഫലങ്ങളോട് നോൺ അറ്റാച്ച്മെൻറ്റ് പരിശീലിക്കുക. ബുദ്ധിമാനായ ഒരു ആൽമരത്തിൻ്റെ തണലിൽ ഗുരു ആനന്ദൻ ഫലങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് പരിശീലിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. മായയെ നിരുപാധികമായി സ്നേഹിക്കുക. എന്നിട്ടും നിർദ്ദിഷ്ട ഫലങ്ങളോടുള്ള നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് വിടുക. ജീവിതത്തിൻ്റെ നദി പ്രതീക്ഷിതമായ വളവുകളിലൂടെ ഒഴുകുന്ന പ്രണയത്തിൻ്റെ യാത്ര വ്യത്യസ്തമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനങ്ങളുടെ നിയന്ത്രണങ്ങളാൽ ഭാരമില്ലാതെ ജൈവികമായി പരിണമിക്കാൻ സ്നേഹത്തെ അനുവദിക്കുക. മായ ആൽമരത്തിൻ്റെ വേരുകൾക്കിടയിൽ അനാസക്തിയിൽ കണ്ടെത്തിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. തോട്ടത്തിൻ്റെ ശാന്തതയ്ക്കിടയിൽ ഗുരു ആനന്ദൻ മായയോട് പറഞ്ഞു, മായ ആസക്തിയില്ലാത്ത സ്നേഹം പൂക്കളുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാതെ പൂക്കളെ പരിപാലിക്കുന്ന ഒരു തോട്ടക്കാരനെ പോലെയാണ്. വർത്തമാനകാലത്തെ വിലമതിക്കുക. കൈവശാവകാശം ഉപേക്ഷിക്കുക. സ്വാതന്ത്ര്യം വളർത്തുക. ഒപ്പം ഫലങ്ങളോട് അറ്റാച്ച് ചെയ്യാതിരിക്കുക. ഈ സ്നേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിങ്ങളുടെ ഹൃദയം അതിരുകളില്ലാത്ത വാത്സല്യത്തിൻ്റെ സങ്കേതമായി മാറുന്നു. തുരുമ്പിച്ച ഇലകളാൽ ചുറ്റപ്പെട്ട മായയ്ക്ക് വിമോചനത്തിൻ്റെ ഇളം കാറ്റ് അനുഭവപ്പെട്ടു. ഗുരു ആനന്ദ തുടർന്നു, അസ്തിത്വത്തിൻ്റെ മഹത്തായ പാതയിൽ ഹൃദയങ്ങളെ ഇഴചേർക്കുന്ന നൂലാണ് സ്നേഹം. നിങ്ങളുടെ സ്നേഹമെന്നും ഒഴുകുന്ന നദിയായിരിക്കട്ടെ. ബന്ധത്തിൻ്റെ തീരങ്ങളിൽ ഒതുങ്ങാതെ അതിൻ്റെ ഗതിയിൽ ബന്ധത്തിൻ്റെ പൂക്കളെ പോഷിപ്പിക്കുന്നു. പറമ്പിലെ തുരുമ്പെടുക്കുന്ന ഇലകളാൽ ചുറ്റപ്പെട്ട മായയ്ക്ക് ഒരു സൗമ്യത തോന്നി. ബന്ധനങ്ങളില്ലാതെ പ്രണയത്തിൻ്റെ നൃത്തം സ്വീകരിക്കാൻ തയ്യാറായ ഹൃദയത്തോടെയാണ് മായ ഇപ്പോൾ അഖണ്ഡ പ്രണയത്തിൻ്റെ ഈണത്തിൽ ഇണങ്ങിയത്. If you love to watch this video, you can like, share and subscribe.